ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈലാസനാഥിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. മുൻ എപ്പിസോഡുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി ഒന്ന് കണ്ടേക്കണേ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. മഹാദേവനെ കാണാനെത്തിയ നാരദരെയും കൂട്ടി നന്ദി ധ്യാനത്തിലിരിക്കുന്ന മഹാദേവന്റെ അടുത്തേക്ക് വരുന്നത് കാണിച്ചാണല്ലോ മുൻ എപ്പിസോഡ് അവസാനിച്ചത്. സന്ദർശകരെത്തിയപ്പോൾ ധ്യാനത്തിൽ നിന്നുണരുന്ന മഹാദേവനെ കാണുന്നതും താൻ യാത്ര ചെയ്തു വന്നതിന്റെ മുഴുവൻ ക്ഷീണവും മഹാദേവനെ കണ്ട മാത്രയിൽ ഇല്ലാതായി എന്ന് നാരദര് പറയുന്നു. മാർഗമധ്യേ പ്രേതഗണങ്ങളെ കണ്ടതും ത്രിമൂർത്തികളുടെ വിശേഷങ്ങളും കൈലാസത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ പോകുന്നതായി താൻ ഭൂതഗണങ്ങളോട് പറഞ്ഞതായുമൊക്കെ നാരദര് മഹാദേവനോട് പറയുന്നു. പ്രജാപതി വലിയൊരു യജ്ഞമനുഷ്ഠിക്കാൻ പോവുകയാണ്. അതിൽ മാനവരെല്ലാവരും ഭഗവാന് പൂജകൾ അർപ്പിക്കുന്നത് വിലക്കപ്പെടും. പിന്നെ സതിയുടെ മാനസികാവസ്ഥ വളരെ കലുഷിതമാണ്. മഹാദേവനെ സന്ദർശിച്ച ശേഷം സതിക്ക് എന്താ പറ്റിയത് എന്ന് അറിയില്ല. സതി അതിമനോഹരിയാണ്, സർവഗുണ സമ്പന്നയാണ് എന്നൊക്കെ പറഞ്ഞ് സതിയെ വർണ്ണിക്കാൻ തുടങ്ങുന്നതും മഹാദേവൻ അതിനനുവദിക്കാതെ വ്യർത്ഥമായ വാചാലത കൊണ്ട് അർത്ഥമില്ലെന്ന് പറയുന്നു. വേഗം നാരദര വിഷയം പ്രജാപതിയിലേക്ക് തിരിച്ചുവിടും. ദക്ഷൻ അങ്ങയ്ക്കെതിരെ ഇത്രയേറെ യജ്ഞങ്ങൾ നടത്തുന്നു, എന്നിട്ടും അങ്ങയ്ക്ക് ഇതേപ്പറ്റി ഒരു ചിന്തയുമില്ലേ എന്ന് നാരദര ചോദിക്കും. അദ്ദേഹത്തിന് എന്നോട് വിദ്വേഷമാണ്, അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമാണ്, എൻ്റെ അല്ല എന്ന് മഹാദേവൻ പറയുന്നത് കേട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നാരദര് വേഗം സതിയെക്കുറിച്ച് പറയുന്നു. സതിയെപ്പറ്റി അറിയാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കെന്ത് സംഭവിച്ചുവെന്ന് മഹാദേവൻ തിരിച്ചു ചോദിക്കും. അതോടെ നാരദരുടെ മുഖം പ്രസന്നമാകും. അങ്ങയുടെ ഒരു മാത്ര ദർശനത്തിൽ അവൾ വിവശയായിരിക്കുന്നു. ഇപ്പോൾ അവൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അവളെ അങ്ങനൊരു സ്ഥിതിയിൽ കൈവിടിയരുതെന്ന് നാരദര് പറയും. അങ്ങനെയൊരു അവസരത്തിൽ ആ ക്ഷേത്രത്തിൽ പോകേണ്ടത് എൻ്റെ കൂടി ആവശ്യമായിരുന്നു. സതി എന്നെ നിസ്സംശയം നിസ്വാർത്ഥമായി തന്നെയാണ് അന്നെന്നെ വിളിച്ചത്. അല്ലാതെ സതിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റ് സ്ഥാനങ്ങളൊന്നുമില്ലെന്ന് മഹാദേവൻ പറയും. ഇത് കേട്ട് നിരാശനാകുന്ന നാരദര് അങ്ങ് എന്നും ഒരു വൈരാഗിയായി തന്നെ തുടരുമോ എന്ന് ഭഗവാനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും പ്രേതവും ഭൂതവും അവിടെ പ്രത്യക്ഷപ്പെടുകയും ഒളിഞ്ഞു നിന്ന് അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മാവും സരസ്വതിയും മഹാവിഷ്ണുവും ലക്ഷ്മിയും ഇവരുടെ ദാമ്പത്യ സന്തോഷം കണ്ട് അങ്ങേക്കും ഗൃഹസ്ഥനാകാൻ ആഗ്രഹം തോന്നുന്നില്ലേ എന്ന് നാരദര് മഹാദേവനോട് ചോദിക്കുന്നു. മാതാവ് ലക്ഷ്മി ദേവിയാൽ വൈകുണ്ഠവും മാതാവ് സരസ്വതി ദേവിയാൽ ബ്രഹ്മലോകവും ധന്യമായതുപോലെ നമ്മുടെ കൈലാസവും ധന്യമാകില്ലേ? ദേവിയുടെ പാദങ്ങൾ കൈലാസത്തിൽ പതിക്കണമെന്ന് അങ്ങയ്ക്ക് ആഗ്രഹമില്ലേ? കൈലാസത്തിൽ അങ്ങ് ഏകാഗിയായിരിക്കുന്നത് അങ്ങയെ വ്യാകുലപ്പെടുത്തുന്നില്ലേ എന്നൊക്കെ നന്ദിയും മഹാദേവനോട് ചോദിക്കുന്നു. ദാമ്പത്യ ജീവിതം എന്നത് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന മാധ്യമമാണ്. ഒരു വൈരാഗിയുടെ ജീവിതത്തിൽ അതിന് ഒരർത്ഥവുമില്ല എന്ന് ഭഗവാൻ പറയുന്നത് കേട്ട് ഒളിഞ്ഞു നിൽക്കുന്ന പ്രേതത്തിനും ഭൂതത്തിനും ഭയങ്കര സന്തോഷമാകുന്നു. സ്നേഹത്തിന്റെ സ്ഥാനം അമൂല്യമാണ്. എൻ്റെ ഭക്തരോടും ഭൂതഗണങ്ങളോടും എനിക്ക് സ്നേഹമാണ്. നാരദരുദ്ദേശിക്കുന്ന വികാരം അത് സ്വാർത്ഥതയിൽ മാത്രം ഒഴുകി നിൽക്കുന്നതാണ്. എൻ്റെ സാധനയിൽ സ്വാർത്ഥതയും അഹങ്കാരവും ത്യജിക്കണമെന്നുള്ളതാണ്. വിഷ്ണു എന്നെ ഒരു വിവാഹബന്ധത്തിൽ ബന്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തനും സന്തുഷ്ടനും സമ്പൂർണനുമാണെന്ന് പറഞ്ഞ ശേഷം ഭഗവാൻ ധ്യാനത്തിലേക്ക് മടങ്ങുന്നു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഭൂതഗണങ്ങൾക്ക് അതീവ സന്തോഷമാകുമെങ്കിലും മഹാദേവന്റെ ആ മറുപടി കേട്ട് നാരദരും നന്ദിയും ഒരുപോലെ നിരാശരാകുന്നു. ശേഷം കാണിക്കുന്നത് ദക്ഷന്റെ കൊട്ടാരത്തിൽ ക്ഷീണിതയായിരിക്കുന്ന സതിയെയാണ്. അവിടേക്ക് വരുന്ന അതിഥി ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന സതിയെ ശകാരിക്കുന്നു. ആഹാരം കഴിക്കരുതെന്നല്ലേ പിതാവ് പറഞ്ഞത്? അല്പം പഴമോ വെള്ളമോ കഴിക്കാൻ അതിഥി പറയുമെങ്കിലും കുറച്ച് കമലദളങ്ങളിൽ കൂടി വിഷ്ണുനാമം എഴുതണം, എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാമെന്ന് സതി പറയും. നിനക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ലേ എന്ന് അതിഥി ചോദിക്കുന്നു. എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, പിതാവിൻ്റെ മുഖം പഴയതുപോലെ പ്രസന്നമാകണം. എൻ്റെ പുത്രി എന്ന് എന്നെ വിളിക്കണം. അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിഷമം മാറുന്നത് എനിക്ക് നേരിൽ കാണണം. അദ്ദേഹത്തിന് സുഖമല്ലേ എന്നും സതി അതിഥിയോട് ചോദിക്കുന്നു. എന്തുപറ്റിയെന്നറിയില്ല, അദ്ദേഹം ഭക്ഷണം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ചോദിച്ചാൽ സമയമില്ലെന്ന് പറയുമെന്നും അതിഥി പറയുന്നു. ഇത് കേൾക്കുന്നതും എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറഞ്ഞ് സതി പൊട്ടിക്കരയുവാൻ തുടങ്ങുന്നു. അതിഥി വേഗം അവളെ ആശ്വസിപ്പിക്കും. അപ്പോഴാണ് സതിയുടെ കയ്യിലെ മുറിവുകൾ അതിഥി ശ്രദ്ധിക്കുന്നത്. തോഴിമാരോട് ഔഷധം തേക്കാൻ പറയട്ടെ എന്ന് പറയുമെങ്കിലും സതി അതിന് സമ്മതിക്കുന്നില്ല. പിതാവിന് ഞാൻ നൽകിയ വേദനയേക്കാൾ വലുതല്ല ഇതൊന്നുമെന്നാണ് സതി പറയുന്നത്. ശേഷം നിരാശരായി നടന്നുവരുന്ന നാരദരുടെയും നന്ദിയുടെയും അടുത്തേക്ക് പ്രേതവും ഭൂതവും എത്തുന്നു. ഞങ്ങളൊക്കെ ഇവിടെയുള്ളപ്പോൾ ഭഗവാൻ എങ്ങനെ തനിച്ചാകും? അദ്ദേഹത്തെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ?
സേവിക്കുന്നില്ലേ? സ്ത്രീക്ക് സ്വാഗതമെന്നാൽ ദുഃഖത്തിന്റെ ആഗമനമെന്നാണ്. വരുന്നവൾ മഹാദേവനെ വശീകരിച്ചാൽ പിന്നെ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കില്ലേ? ഞങ്ങൾക്കത് സഹിക്കില്ല. ഞങ്ങളുടെ മനസമാധാനം നശിപ്പിക്കുവാൻ ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഈ ശ്മശാനം ഉദ്യാനമാക്കാൻ പോവുകയാണോ? ഇവിടേക്ക് ഒരു സ്ത്രീയെയും കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ഭൂതവും പ്രേതവും ഒരുപോലെ നന്ദിയോടും നാരദരോടും പറയുന്നു. ഇതെല്ലാം കേട്ട് ആകെ വിഷണ്ണനാകുന്ന നന്ദി നാരദരോട് തന്നെ പരിഹാരം തേടും. വ്യാകുലപ്പെടേണ്ടതില്ല, നീയും ഞാനും ഒന്നും ചെയ്യേണ്ടതുമില്ല. ഇനി ചെയ്യേണ്ടതെല്ലാം സതി തന്നെ ചെയ്തുകൊള്ളുമെന്ന് നാരദരും പറയും. ഈ സമയം കമലദളങ്ങളിൽ വിഷ്ണുനാമം എഴുതി അവശയായി മയക്കത്തിലാണ്ടു കിടക്കുകയാണ് നമ്മുടെ സതി. ആ മയക്കത്തിൽ വീണ്ടും അർദ്ധനാരീശ്വര രൂപം സതി ദർശിക്കുവാൻ തുടങ്ങുന്നു. പതിവ് പോലെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീക്കുന്ന സതി ഓടിവന്ന് ദൂരെ കാണുന്ന കൈലാസപർവ്വതത്തിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വികാരമാണ് തന്നെ ഗ്രസിച്ചിരിക്കുന്നതെന്ന് സതിക്ക് മനസ്സിലാകുന്നു. എന്നാൽ എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? വീണ്ടും വീണ്ടും മഹേശ്വരനെക്കുറിച്ചുള്ള ചിന്തകൾ എങ്ങനെ വരുന്നു? ഇതൊന്നും സതിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് തന്നെ പിതാവിന് മഹേശ്വരനെക്കുറിച്ചുള്ള ചിന്തകൾ പോലും തനിക്കുണ്ടാകില്ലെന്ന് വാക്കുകൊടുത്തത് ഓർമ്മ വരുന്ന സതി ശിവനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് മുക്തമാകുന്നില്ലെങ്കിൽ നിദ്ര തന്നെ ത്യജിക്കുമെന്ന് സതി ദൃഢനിശ്ചയമെടുക്കുന്നു. സൂര്യോദയത്തിന്റെ സമയമായിട്ടും കാർമേഘങ്ങൾ വന്നു മൂടിയിരിക്കുന്നതിനാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മാതാവ് തന്നെ പുറത്തേക്ക് കമലദളങ്ങൾ ശേഖരിക്കാൻ വിടില്ലെന്നു മനസ്സിലാക്കുന്ന സതി അപ്പോൾ തന്നെ പുറത്തേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അല്പസമയത്തിനു ശേഷം മുറിയിൽ സതിയെ കാണാതെ വിഷമിക്കുന്ന അതിഥി നേരെ വന്ന് ഖ്യാതിയോട് സതിയെ കാണാനില്ലെന്ന വിവരം പറയുന്നു. സതി താമരപ്പൂക്കൾ ശേഖരിക്കുവാൻ പുലരും മുൻപേ പോയി എന്ന് മനസ്സിലാക്കുന്ന സഹോദരിമാർ ഇന്ന് വലിയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, അവൾ പുറത്തു പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. ഈ സമയം വനത്തിലൂടെ താമരപ്പൂക്കൾ ശേഖരിക്കുവാൻ പോയിരിക്കുകയാണ് നമ്മുടെ സതി. ശക്തമായ കാറ്റും മഴയും ഉടൻ തന്നെ വരികയും ചെയ്യുന്നു. സഹോദരിമാർ ഈ വിവരം ദക്ഷനോട് അറിയിക്കാമെന്ന് തീരുമാനിക്കും. കൊടും കാട്ടിലും മഴയിലും പെട്ട് നിസ്സഹായയായി നിൽക്കുന്ന സതിയെ കാണിച്ചുകൊണ്ടാണ് 10ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ലോർഡ് ശിവ.